ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. 58,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 70 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്കൊരു 967.60 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ടാർഗറ്റും എൻട്രിയും എക്സിറ്റും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ഇതാണ് സ്പോട്ടിൻ്റെ ചാർട്ടാണ്. ജസ്റ്റ് നമ്മളുടെ എൻട്രി എന്ന് പറഞ്ഞത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. എക്സാക്ട്ലി എഗ്നിസ്റ്റ് ദ ട്രെൻഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ ഒരു ട്രേഡ്. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. കാരണം ഫോളോയിങ് മാർക്കറ്റിൽ നമ്മൾ ഒരു ബൈ എൻട്രി എടുത്തിരിക്കുകയാണ്. ഒരു കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ വരും. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ വയ്ക്കുന്ന ഒരു ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്തിറങ്ങാം. കാരണം നമ്മളൊരു ഫോളിങ് മാർക്കറ്റിലാണ് പോയി ഈ വീഴുന്ന കത്തിയെ കയറി പിടിക്കുന്ന പറയില്ല. അപ്പം മേളിൽ നിന്ന് താഴത്തോട്ട് ഇട്ടേക്കണ കത്തിയിൽ പിടിച്ച് എന്ത് പറ്റും? എങ്ങനെയാണെങ്കിലും അത് മുറിയാനാണ് ചാൻസ്. സോ അതേപോലെ തന്നെയാണ് ട്രെൻഡിന് അഗൻസ്റ്റ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ട്രേഡ് എടുത്തത്. വെറുതെ ചുമ്മാ എവിടെയെങ്കിലും റാൻഡം പോർഷനിൽ കയറി ഇപ്പം മേളിലേക്ക് പോകുന്നു വിചാരിച്ച് ട്രേഡ് എടുത്തതല്ല. എക്സാക്ട്ലി നമുക്ക് നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോമായി ആ ഒരു സെറ്റപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഈ ഒരു ഗ്രീൻ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ജസ്റ്റ് നിങ്ങൾക്ക് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഒന്ന് റെഡ് ആക്കി കഴിഞ്ഞാൽ. ഗ്രീൻ ലൈനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ടാർഗറ്റും താഴത്ത് നമ്മളുടെ റെഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതും അത് വേറൊന്നും വരില്ല. വെറുതെ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ ആ ഒരു ലൈൻ ടാർഗറ്റിന് ഗ്രീനും മറ്റേതിനൊരു റെഡും കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൽ എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആക്ച്വലി ട്രേഡിൻ്റെ അകത്ത് നമുക്ക് ഫേവറായിട്ടാണ്, ഞാനിപ്പം സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. കണ്ടിന്യൂസ്ലി ഒരു ഫോളിങ് മാർക്കറ്റ് ആയിരുന്നു. രാവിലെ തൊട്ട് മാർക്കറ്റ് താഴത്തോട്ട് വീണു. എനിക്ക് ആ ഒരു സ്കാൽപ്പിംഗ് ഇന്ന് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, സാധാരണ ഇപ്പോൾ ഞാനൊരു സ്കാൽപ്പ് ട്രേഡും കൂടെ രാവിലെ എടുക്കാറുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, മിക്കവാറും ലോസ് ആയിരിക്കും ബുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന് അന്ന് നമുക്കൊരു നല്ലൊരു ടാർഗറ്റിലേക്ക് നമുക്ക് അതിനെ ഒന്ന് റൈഡ് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു ഇതിലാണ് ഞാൻ ഓക്കെ ഫൈൻ. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ എടുക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ സിസ്റ്റം ഓണാക്കി വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും റൈഡ് ചെയ്യത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഇത്രയും താഴത്തോട്ട് മാർക്കറ്റ് വരും എന്നൊരു കൺവിക്ഷൻ ഇല്ലായിരുന്നു. ഞാൻ മാർക്കറ്റ് ഒരു താഴത്തോട്ട് വീണെങ്കിൽ കൂടി ജസ്റ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും ചെയ്യുക എന്നാണ് രാവിലെ തൊട്ട് എൻ്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സോ 40 പോയിൻറ്റ്സോ വല്ല എടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതിന്. സോ അതിനുശേഷം ഞാൻ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ജസ്റ്റ് ഞാൻ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ആ ഒരു സമയം തൊട്ടേ ഞാൻ മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുന്ന് എവിടെയെങ്കിലും ഒരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കോൾ സൈഡ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ട്രേഡിൽ എൻട്രി എടുക്കണം എന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. സോ പക്ഷേ അവിടുന്ന് താഴത്തോട്ട് വരുന്നു, 59,000-ൻ്റെയും ബ്രേക്ക് ഔട്ട് കിട്ടുന്നു. മാർക്കറ്റ് കണ്ടിന്യൂസ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഒരു ഓപ്പർച്യൂണിറ്റീസ് പോലും കണ്ടില്ലായിരുന്നു നമുക്ക് ട്രേഡ് എടുക്കാൻ. സോ അതാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അറ്റ് ലാസ്റ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് നമുക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാൻ സാധിച്ചത്. ഇവിടെ 59,000-ൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട് താഴത്തോട്ട് എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഇവിടെ വന്ന് സെൽ എൻട്രി എടുത്ത് കാണും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു 59,000-ൻ്റെ മേളിലായിരിക്കും. ഒരു 59,100, 200 ആ ഒരു റേഞ്ചിലായിരിക്കും എല്ലാവരും അവരവരുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാക്കുക. സോ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാൻ കൂടെ മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ഒരു ഈ എല്ലാ സംഭവങ്ങളെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. 59,000-നെ ഒരു അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ നേരം നല്ലൊരു മൊമെൻറ്റം ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അതല്ല, ഇവിടുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മൊമെൻറ്റം തരുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്കുള്ള മൊമെൻറ്റം പോസിബിളാണ്, താഴത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുത്തതിന് ശേഷം വച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം പറഞ്ഞ പോലെ ട്രെൻഡിന് അഗനിസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഡെയിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സിൻ്റെ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഒരു ഫോളിങ് മാർക്കറ്റാണ്. ഈ കണ്ടിന്യൂസ്ലി ഫോളിങ് മാർക്കറ്റിലാണ് നമ്മൾ പോയി ബൈ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ളത് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രിക്റ്റായിട്ട് നമ്മുടെ
നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക. സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തവണ നമ്മൾ മാർക്കറ്റിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഏത് ഡയറക്ഷനിൽ ട്രെൻഡ് എടുക്കുന്നല്ല, നമ്മളുടെ പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയി കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു പ്രോപ്പർ ക്രൈറ്റീരിയാസ് എല്ലാം മാർക്കറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യുക. എക്സാക്ട്ലി നമ്മളുടെ ഒരു ടാർഗറ്റ് റേഞ്ച് വയ്ക്കുക, കൂടുതൽ ഗ്രീഡി ആവാതിരിക്കാൻ ശ്രമിക്കുക. എക്സാക്ട്ലി നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ വയ്ക്കുക, എക്സാക്ട്ലി നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ വയ്ക്കുക. ടാർഗറ്റിൽ നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ലോസിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. സോ ഒരുപാട് പേര് നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ കൂടെ. അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നോ, അപ്പം ഇത് നമ്മളൊരു പെയ്ഡ് ഗ്രൂപ്പോ പെയ്ഡ് പരിപാടിയോ ഒന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, എല്ലാവർക്കും അത് മനസ്സിലാക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടട്ടെ, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മളൊരു ചാനൽ തുടങ്ങിയതും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ യാതൊരുവിധ ബെനിഫിറ്റും എടുക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് നമ്മളുടെ സ്കാനർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാവുന്നിടത്തോളം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തതെന്ന് വിചാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ കൂടെ കുറേ നാളായിട്ടുള്ളവർക്ക്. ഇതല്ല നമ്മളുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന സാധനം. നമുക്ക് വേറെ ജോലിയുണ്ട്, നമുക്ക് വേറെ ബിസിനസ്സുണ്ട്. സോ ആ ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം നമുക്കത് എത്രത്തോളം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ അങ്ങനെ കൊടുക്കാത്തത്. സോ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ, കാരണം ഒരുപാട് പേര് ചിലപ്പം ഇതാദ്യമായിട്ട് കാണുന്നവരായിരിക്കും, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാത്തവരായിരിക്കും, ഇങ്ങനെയൊക്കെ പൈസ വരുമോ എന്നൊക്കെ. കാരണം നമ്മളുടെ സൗത്തിൽ ഈ ഒരു സമയത്താണ് നമുക്കിപ്പോൾ ഇത് അത്രയും ഫേമസ് അല്ലാത്തത്. പക്ഷേ നോർത്തിലൊക്കെ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ട്രേഡേഴ്സ് ഒരു 1000+ ഒരു ട്രേഡ് നടക്കുന്നുണ്ട്. നമുക്കൊരു 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിരുന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ടാർഗറ്റ് വെച്ചേക്കാം 1017 ആണ്. ഓക്കെ, 1016, 1016, 1017 ട്രിഗർ ചെയ്തില്ല. 1017 ആണ്. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 1017 കഴിഞ്ഞിട്ട് പിന്നെയും മാർക്കറ്റ് ടാർഗറ്റ് തരാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിവേസ് ഒരു 3500 അടുപ്പിച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മളുടെ നല്ലൊരു മൊമെൻറ്റം. നമ്മൾ ട്രേഡ് എക്സാക്ട്ലി ഒന്ന് നോക്കണേ. ഞാൻ പറഞ്ഞത് നമ്മളുടെ ട്രേഡും സെറ്റപ്പും നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഫോളിംഗ് മാർക്കറ്റിലാണ് നമ്മൾ പോയി ബൈ ചെയ്തത്. ആ ഒരു ബൈയിങ് എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായെന്ന് നോക്കിക്കേ. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തോടെയാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. ജസ്റ്റ് നമ്മൾ എൻട്രി എടുത്തത് 11:30 ഒരു 9 മിനിറ്റ്. വാവ്, അടിപൊളി ക്യാൻഡിൽ. ജസ്റ്റ് ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് നമുക്ക് കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ഫോളോയിങ് മാർക്കറ്റിലാണ് ട്രേഡ് എടുത്തെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ ഇന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 3000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.